AI വ്യത്യാസമില്ലാതെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് AI വ്യത്യാസമില്ലാതെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനകത്തെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഇപ്പം മുരളീധരനും അടൂർ പ്രകാശും പിന്നെ സണ്ണി ജോസഫൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. പക്ഷേ അവർക്കുകൂടെ അറിയാം എന്താണ് അവരുടെ പാർട്ടിക്കകത്തെ നേതാക്കൾക്കുള്ള നിലപാട് എന്ന്. അടൂർ പ്രകാശ് തന്നെ പറയുന്നത് ശരിക്കും വർഷം ഒന്ന് കേട്ടു നോക്കിയേ, ഇതുവരെ വേറൊന്നും വന്നിട്ടില്ലല്ലോ എന്നാണ്. എന്ന് വെച്ചാൽ രേഖാമൂലം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് രേഖാമൂലം എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ കാര്യം കഴിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു. അതായത് പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇതൊന്നും സംഭവിക്കുന്നില്ലോ എന്നൊരു ഒന്നും നടക്കാത്തതിലുള്ളൊരു നിരാശ കൂടെ ഈ നേതാക്കൾക്കുണ്ടോ എന്ന് തോന്നലാണ് എനിക്കുള്ളത്. അതിനകത്ത് കെ മുരളീധരനൊക്കെ വളരെ പ്രധാനപ്പെട്ട വളരെ മുതിർന്ന നേതാവാണല്ലോ. അദ്ദേഹം ഒന്നും ഇതിനെ പരിഹാസത്തോടെ ഒന്നും കാണരുത്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് പരത്തുക എന്നുള്ള പരിപാടിയാണ്. അതായത് അവിടെ മുകേഷ് ഉണ്ട്, ശശീന്ദ്രനുണ്ട്, അതുപോലെ ഒരു സംഭവമാണിത് എന്നാണ്. നമുക്ക് 2 പേർക്കും ഈ നമ്മളിരിക്കുന്ന ഈ സ്ഥാപനത്തിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടല്ലോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് പരാതിക്കാരി. AI അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പൂച്ച കരച്ചിലോ പൂവൻകോഴിയുടെ കരച്ചിലോ അല്ല. യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ട, അതിഗുരുതരമായിട്ട് ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളുണ്ട്. അതിലൊരാളെ നേർക്കുനേർ കണ്ടിട്ടുണ്ട് നമ്മുടെ സഹപ്രവർത്തക. അവരത് വളരെ വന്നിട്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ഭവത്തും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവർ നേർക്കുനേർ മുഖാമുഖം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ സമാനതകളില്ലാത്ത വിധം ക്രൂരമായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ട് അത് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ ഇപ്പോൾ ഇവർ ഞെട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞെട്ടും എന്ന് നമുക്കറിയാം. അതിൻ്റെ കുറേയേറെ കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് തന്നെ മെസ്സേജായിട്ടോ അവരുടെ ശബ്ദമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരിപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഞെട്ടലുണ്ടാവും. അപ്പോൾ ഇവർക്ക് തമാശ പറഞ്ഞും AI കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് മറികടന്ന് പോകാവുന്നൊരു സംഗതിയാണിത് എന്ന് ഇവരിപ്പോഴും വിചാരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇവർക്കുള്ളത്രക്ക് സീനിയോറിറ്റി ഉള്ള അതിനുള്ള പക്വതയുള്ള നേതാക്കന്മാരല്ല, 2 അവർക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ്.